മകം, പൂരം, ഉത്രം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുവാനിരിക്കുന്ന ചില കാര്യങ്ങളെയും മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് ബുധന്റെ സംക്രമണം കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒട്ടനവധിയാണ്. അതിൽ തന്നെ 27 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ബുധന്റെ സംക്രമണ ഫലമായി ഉണ്ടാകുവാൻ പോകുന്നത്. എന്നാൽ ഇതിൽ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച ബുധന്റെ സ്വാധീനം ജീവിതത്തിൽ വളരെ വലിയ രീതിയിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല, ബുധന്റെ സ്വാധീന ഫലമായി ഡിസംബർ 29-ാം തീയതി ഈ നക്ഷത്രക്കാരിൽ ഭദ്രമഹാപുരുഷ യോഗം സൃഷ്ടിക്കപ്പെടുകയാണ്. അതായത് ഈ ഒരു യോഗം രൂപം കൊള്ളുന്നതിലൂടെ ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടാകെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അതിൽ പലതും നിങ്ങളുടെ ഭാവിയെ തന്നെ മറ്റൊരു ഗതിയിലേക്ക് മാറ്റിമറിക്കുകയും ചെയ്യും. അപ്രകാരം നോക്കുമ്പോൾ ഈ ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച ഭദ്രമഹാപുരുഷ യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ വർഷാവസാനത്തോട് അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞ ഒരു സമയമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം പുതുവർഷം അടുത്ത് എത്തിയിട്ട് പോലും ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള പുരോഗതിയോ സന്തോഷമോ കാണുവാൻ കഴിയാതെ വളരെയധികം മാനസിക വിഷമതകളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ് പലരും നേരിടുന്നത്. മാത്രമല്ല, ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മനസ്സിൽ പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വന്നു നിറയുകയും ജീവിതത്തെ പോസിറ്റീവായി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഇരുൾ നിറഞ്ഞ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച ചിങ്ങം രാശിക്കാർക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഭദ്രമഹാപുരുഷ യോഗം ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ഒരു സമയത്തിലേക്ക് ആയിരിക്കും നിങ്ങൾ കടക്കുന്നത്. അതായത് ചിങ്ങം രാശിക്കാരിൽ ബുധന്റെ സ്വാധീനം ഏറ്റവും ഗുണകരമായി വരികയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഒട്ടനവധി നേട്ടങ്ങളും ഭാഗ്യകരമായ അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. ഏറ്റവും പ്രധാനമായി ഈ ഒരു ദിവസം ചിങ്ങം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ വളരെ മികച്ച ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ചില പ്രത്യേക മേഖലകളുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് അതിൽ വിജയം കൈവരിക്കുവാൻ കഴിയുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പുതിയ കാൽവെപ്പ് നടത്തുവാനുള്ള യോഗവും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. മാത്രമല്ല, ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭദ്രമഹാപുരുഷ യോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയും തുടച്ചു മാറ്റുന്ന ഒരു യോഗം കൂടിയായിരിക്കും. പ്രത്യേകിച്ച്
ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുകയും വളരെയധികം ആകുലപ്പെടുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ആ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു പരിഹാരം കാണേണ്ടത് എന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അത്തരത്തിൽ പരിഹാരം കാണുവാൻ കഴിയാതെ നിങ്ങൾ വിഷമിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഈ ഡിസംബർ 29 തിങ്കളാഴ്ചയോടെ പരിഹാരം കാണുവാനുള്ള യോഗം നിങ്ങളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായി മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായി വളരെ വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കുവാനുള്ള ഭാഗ്യവും ഈ ഭദ്രമഹാപുരുഷ യോഗത്താൽ കൈവരും. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരിൽ പലരും സാമ്പത്തികമായി അത്രയധികം തകർച്ച അനുഭവിക്കുന്നവരും ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനുള്ള ഒരു വഴികളും മുന്നിൽ കാണുവാനില്ലാത്ത സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇനി നിങ്ങൾ ഒട്ടും തന്നെ മനസ്സ് വിഷമിക്കേണ്ട എന്ന് ഉറച്ചു പറയുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത്. കാരണം നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യ സമയമാണ് ഈ ഭദ്രമഹാപുരുഷ യോഗത്താൽ വന്നു ചേരുന്നത്. ഇനി ഇതിൽ ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ ഈ ഡിസംബർ 29 തിങ്കളാഴ്ച നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയധികം പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ചെയ്യുവാനായി മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഏറ്റവും അധികം പോസിറ്റിവിറ്റി അനുഭവത്തിൽ വരികയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിന്ന് സന്തോഷം മാത്രമായിരിക്കും ഫലമായി ലഭിക്കുക എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില സ്ത്രീകൾ കുറച്ച് നാളുകളായി സ്വന്തമായുള്ള ഒരു സംരംഭം തുടങ്ങുവാനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ മറ്റൊരു വരുമാന മാർഗത്തിനായി നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇനി അതുപോലെ തന്നെ എന്തൊക്കെയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും ചിങ്ങം രാശിക്കാരിൽ ഈ ഡിസംബർ 29 തിങ്കളാഴ്ച നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായ ചില ധനനേട്ടങ്ങളും ചില ശുഭവാർത്തകളും ഈ ഭദ്രമഹാപുരുഷ യോഗത്തിൻ്റെ ഫലമായി ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഇനി ഈ ഭദ്രമഹാപുരുഷ യോഗം സിദ്ധിക്കുന്ന ഡിസംബർ 29 തിങ്കളാഴ്ച ചിങ്ങം രാശിയിൽ പിറന്ന വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് കർമ്മമേഖലയിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് അധ്യാപന മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശമ്പള വർധനവ്, മറ്റൊരു ഉയർന്ന സ്ഥാനത്തേക്കുള്ള മാറ്റം എന്നിങ്ങനെയുള്ള ഭാഗ്യകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അതുകൂടാതെ മറ്റുള്ള ജോലി മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഇത് ഭാഗ്യകരമായ സമയം തന്നെയാണ്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ചിങ്ങം രാശിക്കാർക്ക് ഈ ഭദ്രമഹാപുരുഷ യോഗം ഭാഗ്യം തന്നെയാണ് നൽകുവാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ബുധൻ്റെ ഗുണകരമായ സ്വാധീനത്താൽ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും മാറ്റി നിർത്തിക്കൊണ്ട് വളരെ പോസിറ്റീവായ പല അനുഭവങ്ങളും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഡിസംബർ 29 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 29 തിങ്കളാഴ്ച സൃഷ്ടിക്കപ്പെടുന്ന ഭദ്രമഹാപുരുഷ യോഗം കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി പോസിറ്റീവായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്.
കാരണം ഇന്ന് ഈ അധ്യായം കാണുന്നവരിൽ തന്നെ പല വ്യക്തികളും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൊണ്ട് നെട്ടോട്ടമോടുകയാണ്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ചിരിച്ചിട്ടും സമാധാനമായി ഒന്ന് കിടന്നുറങ്ങിയിട്ടും പോലും നാളുകളായി. എപ്പോഴും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടകാലങ്ങളും മാത്രമാണ്. ഇതിൽ തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു. അതായത് എപ്പോഴും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഒന്ന് ആരോഗ്യത്തോടെ നല്ല രീതിയിൽ നടക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കാണ് ചിലർ എത്തിയിരിക്കുന്നത്. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വളരെയധികം അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഭദ്രമഹാപുരുഷ യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് വളരെ പോസിറ്റീവായ ഒരു മാറ്റം തന്നെയാണ്. അതായത് ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യത്തോടെ ഇനിയുള്ള കാലം ജീവിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും എന്നതും ഫലപ്രകാരം വ്യക്തമാണ്. ഇനി അതുകൂടാതെ മറ്റുള്ള കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഡിസംബർ 29 തിങ്കളാഴ്ച എന്ന് പറയുന്നത് ആരോഗ്യപരമായി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഈ ഭദ്രമഹാപുരുഷ യോഗം കൊണ്ട് കുംഭം രാശിക്കാർക്ക് ഒട്ടനവധി ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഡിസംബർ 29 തിങ്കളാഴ്ച അനുഭവത്തിൽ വരിക. അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ ചില ആളുകൾക്ക് ഒരു വിധത്തിലും പരിഹാരം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കടബാധ്യതകളും ജീവിത പ്രാരാബ്ദങ്ങളുമാണ് ഇപ്പോഴുള്ളത്. അതായത് കടം വീട്ടിയതിനു ശേഷം സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം പോലും നിങ്ങൾക്ക് ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതായത് ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഒന്നിനും തന്നെ തികയുന്നില്ല. അങ്ങനെ വരുമ്പോൾ കടബാധ്യതകൾ ഒന്നിനൊന്ന് അധികരിക്കുന്നതല്ലാതെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നതേയില്ല എന്ന് ചുരുക്കം. എന്നാൽ നിങ്ങൾക്ക് ഈ ഭദ്രമഹാപുരുഷ യോഗം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു പുരോഗതി ഉണ്ടാകുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും അതുപോലെ തന്നെ ചില പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തേടിയെത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് മറ്റൊരു കർമ്മ മേഖലയിലേക്കൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായാണ് ഈ ബുധന്റെ സ്വാധീനം നിൽക്കുന്നത്. അതായത് ഗ്രഹങ്ങളുടെ രാജകുമാരൻ നിങ്ങൾക്ക് സർവ്വഭാഗ്യങ്ങളും നൽകുവാനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 29 തിങ്കളാഴ്ച കുംഭം രാശിക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവസരങ്ങളെപ്പറ്റി അറിവ് ലഭിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവ തള്ളിക്കളയാതെ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക. ഒപ്പം തന്നെ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന കുംഭം രാശിക്കാർക്കും ഈ ഡിസംബർ 29 തിങ്കളാഴ്ച ഏറ്റവും മികച്ച ഒരു ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾക്ക് പുറമെ തന്നെ കുംഭം രാശിക്കാർക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും വളരെ മികച്ച തരത്തിലുള്ള ചില മാറ്റങ്ങൾ കാണുവാനുള്ള യോഗവും ഈ ഭദ്രമഹാപുരുഷ യോഗത്താൽ ഉണ്ടാകും. അതായത് നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും പല ശുഭകരമായ വാർത്തകളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. അതിനാൽ മനസ്സിനെ വളരെയധികം പോസിറ്റീവാക്കി വെച്ചുകൊണ്ട് തന്നെ കുംഭം രാശിക്കാർക്ക് ഇനിയുള്ള ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നതിൽ സംശയമേ വേണ്ട. ഇനി മൂന്നാമതായി ഈ ഡിസംബർ 29 തിങ്കളാഴ്ച ഭദ്രമഹാപുരുഷ യോഗം കൊണ്ട് ജീവിതത്തിൽ തീർത്തും അപ്രതീക്ഷിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം,
ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭദ്രമഹാപുരുഷ യോഗം നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളെയും വളരെയധികം സ്വാധീനിക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിച്ചു നൽകുകയും ചെയ്യും. എന്നാൽ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം കന്നിരാശിക്കാരും ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് എന്തെന്നില്ലാത്ത ഒരു ദുരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വിധത്തിലും മനസ്സമാധാനമില്ലാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും ചില വ്യക്തികൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതായത് കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയും എന്ന് വേണ്ട ജീവിതം തന്നെ ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഭദ്രമഹാപുരുഷ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഭദ്രമഹാപുരുഷ യോഗം കൊണ്ട് കന്നിരാശിക്കാർക്ക് ഏറ്റവും വലിയ മാറ്റം കാണുവാൻ കഴിയുന്നത് നിങ്ങൾ അനുഭവിച്ചു വരുന്ന കാര്യതടസ്സങ്ങളിലായിരിക്കും. അതായത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരിഹാരം കാണുവാൻ കഴിയാത്ത തരത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം കാര്യതടസ്സം അനുഭവിച്ചിരുന്ന കന്നിരാശിക്കാർക്ക് ഈ ഭദ്രമഹാപുരുഷ യോഗം ശ്രദ്ധിക്കുന്നതോടെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം കാണുവാനുള്ള ഭാഗ്യം തെളിയുകയാണ്. പ്രത്യേകിച്ച് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളും ഉണ്ടാകാതെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചിരുന്ന ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ്. വിവാഹ തടസ്സം അനുഭവിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി ഉടൻ തന്നെ വിവാഹം ഏറ്റവും മംഗളകരമായി നടത്തുവാൻ കഴിയും എന്നത് മാത്രമല്ല, കന്നിരാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലും ഏറ്റവും പോസിറ്റീവായ സമയം തന്നെയായിരിക്കും ഇത്. അതായത് പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ചു നിന്ന് കുടുംബത്തിന് വേണ്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു യോഗം തെളിയുന്ന സമയത്ത് കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് വീടും വസ്തുക്കളും സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും വളരെയധികമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കന്നിരാശിയിൽ പിറന്ന സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നമൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഏറ്റവും അപ്രതീക്ഷിതമായ ധനവരവുകളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതിലൂടെ വീടും വസ്തുവകകളും സ്വന്തമാക്കുവാനുള്ള യോഗം വരെ ഈ ഒരു സമയത്ത് ഉണ്ടാകും. അപ്പോൾ എല്ലാം കൊണ്ടും കന്നിരാശിക്കാർക്ക് ഇതുവരെ ജീവിതത്തിലുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാൻ കഴിയുകയും വളരെയധികം ഭാഗ്യകരമായ അനുഭവങ്ങളും ആഗ്രഹ സഫലീകരണവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ഭദ്രമഹാപുരുഷ യോഗം കൊണ്ട് വന്നു ചേരുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഡിസംബർ 29-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.